നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. CPIM യുവനേതാവിനെതിരായ PSC കോഴ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. തട്ടിപ്പുകളിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. തുടർച്ചയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്ന തൃശൂർ മേയർ സ്ഥാനമൊഴിയണമെന്ന ആവശ്യവുമായി CPI രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം SFIക്കെതിരെ കഴിഞ്ഞ ദിവസം വിമർശനമുന്നയിച്ച ബിനോയ് വിശ്വത്തിനെതിരെ ഭീഷണിയുമായി CPIM നേതാവും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ മണിക്കൂറിലെ വാർത്തകൾ വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. You are watching 24 from News Headquarters, Kochi. CPIM യുവനേതാവിനെതിരായ PSC കോഴ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. നാട്ടിൽ പലതരം തട്ടിപ്പുകളുണ്ടെന്നും കർശന നടപടിയെന്നും മുഖ്യമന്ത്രി. പാർട്ടിയും സർക്കാരും വേണ്ട നടപടിയെടുക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. റിയാസ് അത് കൃത്യമായിട്ട് നിഷേധിച്ചു. യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടലും അതിനകത്ത് മാത്രമല്ല ഞങ്ങൾക്കറിയാലോ ഇല്ലാന്ന്. അത് വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതായത് PSC മെമ്പർമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. സെക്രട്ടേറിയറ്റ് വഴി ബന്ധപ്പെട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം. തനിക്കെതിരായ വ്യക്തിഹത്യയിൽ നിയമ നടപടിയെന്ന മന്ത്രി PA മുഹമ്മദ് റിയാസ്. പരാതി തള്ളി ആരോപണ വിധേയനായ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തുടർച്ചയായി പുകഴ്ത്തുന്ന തൃശൂർ മേയർക്കെതിരെ CPI. മേയർ സ്ഥാനമൊഴിയണമെന്ന് ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്നത് ശരിയല്ലെന്നും വിമർശനം. മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയത് രാഷ്ട്രീയപരമായല്ലെന്ന് CPIM. മേയർ പ്രശ്നം LDFൽ ചർച്ച ചെയ്യുമെന്നും CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. മോട്ടോർ വാഹന വകുപ്പിന്റെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ആകാശത്തിൽ ലങ്കേരി. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ സവാരി നടത്തി. ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടും നടപടിയെടുക്കാതെ മോട്ടോർ വാഹന വകുപ്പ്. കോഴിക്കോട് മടപ്പള്ളിയിൽ സീബ്ര ലൈനിൽ വിദ്യാർത്ഥികളെ ബസ് ഇടിച്ചു വീഴ്ത്തി സ്വകാര്യ ബസ്. ഇടിച്ചു തെറിപ്പിച്ചത് വടകര തലശ്ശേരി ദേശീയപാത റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ. പരുക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടമുണ്ടാക്കിയത് കണ്ണൂർ തൃശൂർ റൂട്ടിലോടുന്ന അയ്യപ്പൻ ബസ്. ഡ്രൈവറും കണ്ടക്ടറും ഓടി രക്ഷപ്പെട്ടു. കോഴിക്കോട് പുറമേരിയിൽ ഹോട്ടലിലെ സാമ്പാറിൽ പ്ലാസ്റ്റിക് കവർ. കറിയിൽ പ്ലാസ്റ്റിക് കവർ കണ്ടത് ഊണ് കഴിക്കുന്നതിനിടെ. പരാതി പറഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് സഞ്ചിയല്ലേ എന്ന് ജീവനക്കാരന്റെ മറുപടി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഹോട്ടൽ പൂട്ടിച്ചു. വ്യാപാരികളുടെ കടയടപ്പ് സമരത്തിൽ സംസ്ഥാനത്ത് റേഷൻ വിതരണം മുടങ്ങി. വേതന പരിഷ്കരണം ഉൾപ്പെടെ നടപ്പാക്കാതെ പിന്നോട്ടില്ലെന്ന് CITU ഉൾപ്പെടെയുള്ള സംഘടനകൾ. പ്രശ്നം പരിഹരിച്ചെന്ന ഭക്ഷ്യമന്ത്രിയുടെ നിലപാടിൽ പരിഹാസവുമായി TP രാമകൃഷ്ണൻ. പരിഹരിച്ചെങ്കിൽ നടപ്പാക്കിയാൽ പോരെയെന്ന ചോദ്യം. ഇനിയും ചർച്ചയ്ക്ക് തയ്യാറെന്ന് GR അനിൽ 24നോട്. മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രിയുടെ നിലപാടിനെ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ്. കലാപബാധിത മേഖലയിൽ വീണ്ടുമെത്തി രാഹുൽ ഗാന്ധി. ഗവർണറുമായും കൂടിക്കാഴ്ച. ദുരന്തഭൂമിയിലെ വിനോദയാത്രയെന്ന BJPയുടെ പരിഹാസം. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് തിരിച്ചു. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ കോടതി വിധി നടപ്പാക്കാൻ പോലീസിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. പോലീസിന് കൃത്യമായ ആക്ഷൻ പ്ലാൻ വേണം. അവസാന അവസരമെന്ന മുന്നറിയിപ്പ്. വിധി നടപ്പാക്കാൻ ശ്രമം തുടരുന്നുവെന്ന സർക്കാർ. കേസ് ഈ മാസം 25ലേക്ക് മാറ്റി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ EDക്ക് തിരിച്ചടി. രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടുനൽകാൻ ഹൈക്കോടതി ഉത്തരവ്. രേഖകളുടെ പരിശോധന 2 മാസത്തിനകം പൂർത്തിയാക്കാനും നിർദ്ദേശം. രേഖകൾ നൽകാനില്ലെന്ന് ED നിലപാടെടുത്തത് രാഷ്ട്രീയ ഇടപെടലുകൾക്ക് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. നോക്കാം ഈ മണിക്കൂറിലെ വാർത്തകൾ വിശദമായി. കോഴിക്കോട് മടപ്പള്ളിയിൽ സീബ്ര ലൈനിൽ വിദ്യാർത്ഥികളെ ബസ് ഇടിച്ചു വീഴ്ത്തി. വടകര തലശ്ശേരി ദേശീയപാതയിൽ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന 3 വിദ്യാർത്ഥികളെയാണ് ബസ് ഇടിച്ചത്. പരുക്കേറ്റ 3 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. മിഥില, എങ്ങനെയായിരുന്നു ഈ അപകടമുണ്ടായത്? പരുക്കേറ്റ കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ശ്രീലക്ഷ്മി, അരമണിക്കൂർ മുൻപാണ് ഈ ഒരു അപകടമുണ്ടായത്. മടപ്പള്ളിയിലാണ് ഈ ഒരു സംഭവം. വടകര കണ്ണൂർ ദേശീയപാത ാണ് ഈ ഒരു അപകടമുണ്ടായത്. ഇവർ 3 പേരും സീബ്ര ലൈൻ വഴി റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. ഈ സമയത്താണ് സ്വകാര്യ ബസ് ഇടിച്ചു വീഴ്ത്തിയത്.
കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ്. അയ്യപ്പൻ എന്നാണ് ഈ ബസ്സിൻ്റെ പേര്. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ബസ് ഡ്രൈവറും ഒപ്പം തന്നെ കണ്ടക്ടറും ഓടി രക്ഷപ്പെട്ടു. ബസ് ചോമ്പാല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ 3 കുട്ടികളും ഇപ്പോൾ വടകരയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. പരിക്ക് പറ്റിയ വിദ്യാർത്ഥിനികൾ ഇതാണ്: വടകര നടക്കും താഴെ ശ്രേയ എൻ സുനിൽകുമാർ, തണ്ണീർപന്തൽ സ്വദേശി ദേവിക ജി നായർ, കല്ലേരി സ്വദേശി ഹൃദ്യ. ഇവർക്ക് 3 പേർക്കുമാണ് പരിക്കേറ്റുള്ളത്. ഇവർ 3 പേരും മടപ്പള്ളി കോളേജിലെ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളാണ്. ശ്രീലക്ഷ്മി. ശരി മിഥില, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി തേടാനുണ്ട്. കോഴിക്കോട് പുറമേരിയിൽ ഹോട്ടലിലെ സാമ്പാറിൽ പ്ലാസ്റ്റിക് കവർ കണ്ടെത്തി. ഹോട്ടലിൽ ഊണ് കഴിക്കുന്നതിനിടെയാണ് കറിയിൽ പ്ലാസ്റ്റിക് കവർ കണ്ടത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനതാ ഹോട്ടൽ ആരോഗ്യവകുപ്പ് പൂട്ടിച്ചു. മിഥില തുടരുന്നുണ്ട്. മിഥില, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ പ്ലാസ്റ്റിക് കവർ കണ്ടതിന് ശേഷമുള്ള ഹോട്ടലുകാരുടെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? എന്ത് നടപടിയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്? ശ്രീലക്ഷ്മി, ഇന്ന് ഉച്ചയ്ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയത്താണ്. ഊണ് കഴിക്കാൻ വേണ്ടി ചോറിനൊപ്പം സാമ്പാറായിരുന്നു ഉണ്ടായിരുന്നത്. സാമ്പാർ വിളമ്പിയ സമയത്താണ് ഈ സാമ്പാറിൽ പ്ലാസ്റ്റിക് കവർ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഇവർ ഈ ഹോട്ടൽ ജനതയാണ് ഈ ഹോട്ടലിലെ ആളുകളോട്, ജീവനക്കാരോട് പറഞ്ഞു. എന്നാൽ അതൊരു പ്ലാസ്റ്റിക് കവറിൽ എന്ന് ഒരു നിസാര മട്ടിൽ അല്ലെങ്കിൽ ഒഴുക്കൻ മട്ടിൽ ഇവർ പറയുകയായിരുന്നു. പിന്നീടാണ് ഈ ഊണ് കഴിക്കുന്ന ആളുകൾ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിച്ചത്. ആരോഗ്യവകുപ്പ് അങ്ങനെ ഹോട്ടൽ ജനതയിലെത്തി. അവർ നടത്തിയ പരിശോധനയിലും ഈ സാമ്പാറിൽ നിന്ന് പ്ലാസ്റ്റിക് കവർ കണ്ടെത്തി. തുടർന്നാണ് ഈ ഹോട്ടൽ അടപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. ഈ ഹോട്ടലിനെതിരെ പിഴ ചുമത്തുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി. ശരി മിഥില. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്ത ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി നിയമവിരുദ്ധ യാത്രയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ആകാശ് തില്ലങ്കേരി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സജോ, ഈ നിയമലംഘനം മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണോ? ശ്രീലക്ഷ്മി, യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരിയാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ നഗര സവാരി നടത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ അതിലെ വ്യത്യസ്ത ഒഫൻസുകൾ ബോധ്യപ്പെടും. ഒന്ന്, ആ വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ല. 2, മോഡിഫിക്കേഷൻ സംബന്ധിച്ച ഒഫൻസ് ഉണ്ട്. 3, ആ വാഹനത്തിൽ തന്നെ യാത്ര ചെയ്യുന്ന ആളുകൾ ആരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. ഇത്തരം ഒഫൻസുകളെല്ലാം ഉണ്ട്. അങ്ങനെ ഈ ഒഫൻസുകളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിട്ടും ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് സാധാരണഗതിയിൽ ബ്ലോഗർമാരെ അടക്കം ഓടിച്ചിട്ട് പിടിക്കുന്ന സംഭവങ്ങളുണ്ട്. അതിലും ഒഫൻസുകളുണ്ട്. അതിനെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരം ദൃശ്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ സമീപകാലത്ത് മാത്രം നിരവധി നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിട്ടും മോട്ടോർ വാഹന വകുപ്പ് എന്തെങ്കിലും ഒരു നടപടി സജോ, ഈ സവാരി എന്ന് നടന്നതാണ്? ഇത് എന്നാണ് ഈ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്? ശ്രീലക്ഷ്മി, ഇത് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് വയനാട് ജില്ലയിലെ പനമരം മേഖലയിൽ നിന്നാണ്. അതായത് കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്ത് വയനാട് ജില്ലയിലെ പനമരം എന്ന സ്ഥലത്ത് വഴി യാത്ര ചെയ്യുമ്പോൾ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത് സമൂഹ മാധ്യമങ്ങൾ വഴിയും വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുന്നത്. ഇന്നാണത് കൂടുതൽ ഷെയർ ചെയ്യപ്പെടുകയും ആളുകളിലേക്ക് എത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഈ കേസിൽ മാത്രം സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളിൽ നമ്പർ പ്ലേറ്റ് ഇല്ല. അതുകൊണ്ട് RC ഓണറെ കണ്ടെത്തുക എന്നത് പലപ്പോഴും അപ്രായോഗികമാകും. അത്തരം ഘട്ടങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കാറുള്ള നടപടി ആ ദൃശ്യത്തിലുള്ള ഡ്രൈവ് ചെയ്ത ആളെ തിരിച്ചറിയുകയും ആ ലൈസൻസ് ഹോൾഡറെ വിളിച്ചു വരുത്തുകയും വിശദീകരണം ആവശ്യപ്പെടുകയും മറ്റു തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ് സാധാരണഗതിയിൽ സ്വീകരിക്കാറുള്ള നടപടി. അത്തരമൊരു നടപടി ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ വളരെ കൃത്യമായ നിയമലംഘനം ഇക്കാര്യത്തിലുണ്ട്. ആ വാഹനം തിരിച്ചറിയാൻ കഴിയില്ല, കാരണം അതിൻ്റെ നമ്പർ പ്ലേറ്റ് വ്യക്തമല്ല. അതുകൊണ്ട് RC ഓണർ ആരാണെന്ന് വ്യക്തമാവുകയില്ല. പക്ഷേ ഈ വാഹനം പിടിച്ചെടുക്കുകയും ഈ ലൈസൻസ് ഹോൾഡർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് സ്വാഭാവികമായി നിയമപരമായി മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കേണ്ടതാണ്. എന്തുകൊണ്ടില്ല എന്ന ചോദ്യത്തിന് അവർ തന്നെ വിശദീകരിക്കും എന്ന് നമുക്ക് കരുതാം. അങ്ങനെ കാത്തിരിക്കാം. പക്ഷേ കടുത്ത നിയമലംഘനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ ദൃശ്യങ്ങൾ കൃത്യമായും വ്യക്തമാണ്. അത്തരം ഒരു നിയമലംഘനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ഷുഹൈബ് വധക്കേസിലെ പ്രതിയാണ്, സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനാണ്, അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്. ഈ നിലയ്ക്ക് ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ സാധാരണഗതിയിൽ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കാറുള്ള നടപടിയുടെ ഒരു വേഗം ഇക്കാര്യത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. നിയമലംഘനം വളരെ വ്യക്തവുമാണ്. ശ്രീലക്ഷ്മി. ശരി, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ M രമയ്ക്ക് പെൻഷൻ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. വിരമിച്ച് 3 മാസം കഴിഞ്ഞിട്ടും പെൻഷൻ നൽകാത്തത് വിവാദമായിരുന്നു. SFIയുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ പകപോക്കൽ നടപടിയും അതിക്രമവും നേരിട്ടതായി M രമ പറഞ്ഞിരുന്നു. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, കഴിഞ്ഞ ദിവസം ഈ
വിരമിച്ച പ്രിൻസിപ്പൽ പരാതി പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. പെൻഷൻ നിഷേധിക്കുന്നു, അതോടൊപ്പം പകപോക്കൽ നടപടികൾ തനിക്ക് നേരെ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം മാധ്യമങ്ങളോട് അവർ ഉന്നയിച്ചിരുന്നതാണ്. ഇപ്പോൾ അവർക്ക് പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? എസ്എഫ്ഐയും ഇടതുപക്ഷ അധ്യാപക സംഘടനയും തന്നെ വേട്ടയാടുന്നു എന്നായിരുന്നു മുൻ പ്രിൻസിപ്പളായ എം രമയുടെ വാദമുണ്ടായിരുന്നത്. സർക്കാർ എസ്എഫ്ഐയുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷ സംഘടനയുടെയും അധ്യാപക സംഘടനയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി തനിക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും അനുവദിക്കുന്നില്ല എന്നും എം രമ ആരോപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ്, എം രമയ്ക്ക് എത്രയും പെട്ടെന്ന് പെൻഷൻ ലഭ്യമാക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഈ ഉത്തരവിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നായിരുന്നു എം രമയുടെ വാദം. എന്തായാലും ഇന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ എം രമയ്ക്ക് പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. 3 മാസം കഴിഞ്ഞു, വിരമിച്ച 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങിയത് എന്നുള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ ഈ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകാനുള്ള നടപടികൾ ആയിരിക്കുന്നു. തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിനെതിരെ CPI. മേയർ എം കെ വർഗീസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തുടർച്ചയായി പുകഴ്ത്തുന്നുവെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന മേയർ അത് ചെയ്യാൻ പാടില്ലെന്നും വിമർശനം. ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ BJP രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അക്കാര്യത്തിൽ CPIക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുമുണ്ട്. അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം അംഗീകരിച്ച് അതിൻ്റെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു മേയറാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നൊരു മേയർ ചെയ്യേണ്ടത് അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ പുതിയ മേയർക്ക് പിന്തുണ നൽകുന്ന സമീപനം സ്വീകരിക്കുകയാണെന്നാണ്. മേയർ സ്ഥാനം ഒഴിയണമെന്നത് CPIയുടെ അഭിപ്രായമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞു. മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയതിൽ രാഷ്ട്രീയമില്ല. MK വർഗീസ് മേയറായി തുടരുമോ എന്നത് LDF ചർച്ച ചെയ്യുമെന്നും തൃശൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞു. പ്രകോപനമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അവസാനം മേയർ വ്യക്തമാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ സംഭവത്തിൽ അതാണ് അയാളുടെ മേയറുടെ നിലപാടാണ്. എന്തായാലും ഈ കാര്യം ഞങ്ങൾ LDF ആലോചിക്കും. മേയർ തന്നെ പറഞ്ഞല്ലോ, മന്ത്രി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ നല്ല വാക്കുകളാണ് തിരിച്ചു മറിച്ചു. അത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല എന്നല്ലേ മേയർ പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനപ്പുറം ഇപ്പം അതിനെ സംബന്ധിച്ച് ഞാനൊരു പ്രതികരണം നടത്തുന്നത് നന്നാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സൂരജ് സജി നൽകും കൂടുതൽ വിവരങ്ങൾ. സൂരജ്, ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തുടർച്ചയായി തൃശൂർ മേയർ പുകഴ്ത്തുന്നതിൽ പല കോണുകളിൽ നിന്നുമുള്ള വിമർശനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തൃശൂർ ജില്ലാ സെക്രട്ടറി പറയുന്നത് ഇതിൽ പ്രത്യേകമായ ഒരു രാഷ്ട്രീയമില്ല എന്നാണ്. അതിലുള്ള നടപടികൾ ആവശ്യമെങ്കിൽ അത് പിന്നീട് സ്വീകരിക്കും എന്ന തരത്തിലും അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. എന്താണ് ഇന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിലുണ്ടായ പ്രതികരണം? ഒപ്പം CPIയുടെ നിലപാടും ഏത് തരത്തിലാണ് സൂരജ്? തുടർച്ചയായി സുരേഷ് ഗോപിയെ പ്രകീർത്തിച്ചുകൊണ്ട് മേയറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രസ്താവനകളാണ് ഈ CPIയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ മേയറെ ഒഴിവാക്കണം എന്ന, മേയർ സ്ഥാനത്ത് നിന്ന് MK വർഗീസിനെ ഒഴിവാക്കണമെന്ന ആവശ്യം പരസ്യമായി തന്നെ CPI ഉയർത്തുന്നത്. CPIയുടെ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞത് നേരത്തെ MK വർഗീസുമായി ചില ധാരണകൾ ഉണ്ടായിരുന്നു. ആ ധാരണ അനുസരിച്ച് മേയർ സ്ഥാനത്ത് നിന്ന് MK വർഗീസ് ഇതിനോടകം തന്നെ ഒഴിയേണ്ടതാണ്. പക്ഷേ തുടർന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ സുരേഷ് ഗോപിയെ തുടരെ പ്രകീർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ മേയർ സ്ഥാനം MK വർഗീസ് ഒഴിയണം എന്നൊരാവശ്യമാണ് CPI മുന്നോട്ട് വെക്കുന്നത്. മറുവശത്ത് CPM ആവട്ടെ ഈ മേയറെ കൈവിടുന്നില്ല, MK വർഗീസിനെ കൈവിടുന്നില്ല. പകരം MK വർഗീസിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് സ്വീകരിച്ചത്. അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഈ മേയർ തന്നെ ഇത് ഒരു രാഷ്ട്രീയ വിഷയമല്ല എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. ഈ സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അതൊരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ മേയറുടെ നിലപാടിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് CPM ജില്ലാ സെക്രട്ടറി പറയുന്നത്. പക്ഷേ CPI ഇത്തരത്തിൽ മേയറെ മാറ്റണം എന്നൊരു ആവശ്യം ഉന്നയിച്ച സാഹചര്യത്തിൽ LDFൽ അത് ചർച്ച ചെയ്യും എന്നുകൂടി CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി സൂരജ്. രാഹുൽ ഗാന്ധി വീണ്ടും മണിപ്പൂരിൽ. രാവിലെ അസമിൽ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തിയത്. അസമിന് വേണ്ട സഹായവും പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. BJP ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ദുരന്തത്തിന് പിന്നിലെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. എന്നാൽ
രാഹുൽ ഗാന്ധിയുടേത് ദുരന്തഭൂമിയിലെ വിനോദയാത്രയെന്നായിരുന്നു BJPയുടെ പരിഹാസം. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിനീത, വീണ്ടും രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹം എവിടെയൊക്കെയാണ് ഇന്ന് സന്ദർശനം നടത്തിയത്? ഒപ്പം BJP ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുമുണ്ട്. എന്താണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം? തീർച്ചയായും പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇതാദ്യമായാണ് രാഹുൽ ഗാന്ധി വീണ്ടും മണിപ്പൂരിലേക്ക് എത്തിയിരിക്കുന്നത്. മണിപ്പൂരിലെ ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇരു വിഭാഗത്തിലെ നേതാക്കളുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പിന്നീട് ഗവർണറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ പലായനം ചെയ്തിപ്പെട്ട ആളുകളുണ്ട്, അവരുമായി നേരിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട് എങ്കിൽ അതിനുള്ള സാധ്യതകളും രാഹുൽ ഗാന്ധി ഇന്ന് തേടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണിപ്പൂരിലെ വിവിധ ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കലാപം പൂർണ്ണമായും അടങ്ങാത്ത ചിരാചന്ദ്പൂർ ഉൾപ്പെടെയുള്ള ചില മേഖലകളുണ്ട്. അവിടെയൊക്കെ ആളുകളുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം മണിപ്പൂരിൽ സന്ദർശനം നടത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ അദ്ദേഹം അസമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അസമിലെ പ്രളയക്കെടുതിയിൽ ഏതാണ്ട് 21 ലക്ഷത്തോളം ആളുകളാണ് അവിടെ ഏറ്റവും വലിയൊരു ദുരിത മേഖലയിലേക്ക് തള്ളപ്പെട്ടത്. അവിടെയുള്ള ആളുകളുമൊക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന മേഖലകളിലൊക്കെയാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. ഈ ക്യാമ്പുകളിലുള്ള ആളുകളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. BJP സർക്കാരിന്റെ ഒരു കെടുകാര്യസ്ഥത തന്നെയാണ് ഈ പ്രളയക്കെടുതി ഇത്രയും രൂക്ഷമാകാൻ കാരണമായതെന്നും രാഹുൽ വിമർശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അധികാരികൾ ഇനിയെങ്കിലും വേണ്ട രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും ഈ ഘട്ടത്തിലെങ്കിലും നൽകണമെന്നൊരു കാര്യം കൂടി രാഹുൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം മണിപ്പൂരിലേക്ക് പോയിരിക്കുന്നത്. ഇതിനു മുൻപും രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ 2 തവണ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പാർലമെന്റിലേക്കടക്കം മണിപ്പൂർ വിഷയം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇടപെടണമെന്നൊരു ആവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുലിന്റെ മണിപ്പൂർ സന്ദർശനം. പക്ഷേ അതേസമയം BJP ഇതിനെതിരെ, രാഹുലിന്റെ ഈ സന്ദർശനത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ദുരന്ത ഭൂമിയിലെ വിനോദയാത്ര എന്നാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അത്തരം വിമർശനങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് ആ മേഖലയിലുള്ള എല്ലാ ആളുകളുമായി ഏറ്റവും അടുത്തെത്തി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലിന്റെ നീക്കം. ശരി വിനീത, പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനമാണ്. അദ്ദേഹം വിവിധ മേഖലകൾ സന്ദർശിക്കുകയാണ്. രാവിലെ അസമിലെ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. ലൈവ് ന്യൂസ് തുടരുന്നു. കർണാടക വോട്ടർമാർക്ക് പരസ്യമായി മദ്യം വിളമ്പി BJP. ചിക്ബല്ലാപുര MPയും മുൻ മന്ത്രിയുമായ ഡോക്ടർ K സുധാകരനെ വിജയിപ്പിച്ചതിനാണ് വോട്ടർമാർക്ക് മദ്യം നൽകിയത്. താൻ അറിയാതെയാണ് പാർട്ടി നടത്തിയതെന്നാണ് K സുധാകരന്റെ വിശദീകരണം. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മനീഷ്, ഈ സംഭവം എപ്പോഴായിരുന്നു നടന്നത്? ഇതിനുശേഷമുള്ള K സുധാകർ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഇന്നലെയാണ് ബംഗളൂരു റൂറലിലുള്ള നിലമംഗല എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ തോതിലുള്ള ഒരു പാർട്ടി നടന്നത്. അത് ചിക്ബല്ലാപുര MPയും മുൻ മന്ത്രിയുമായിട്ടുള്ള ഡോക്ടർ K സുധാകരനെ വിജയിപ്പിച്ചതിലുള്ള ഒരു വിജയാഘോഷമായിരുന്നു അവിടെ നടന്നത്. BJPയും JDSും സംയുക്തമായാണ് ഈ പാർട്ടി നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗളൂരു നിലമംഗലയിലെ പാർട്ടി BJPയുടെ പ്രസിഡന്റായിട്ടുള്ള ജഗദീഷ് ചൗധരിയാണ് ഈ പാർട്ടി ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്, പാർട്ടി നടത്തിയത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏകദേശം അതായത് അനുമതി നൽകിയത് 15,000-ഓളം പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വിജയാഘോഷം എന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അവിടെ 60,000-ലധികം ആളുകൾ എത്തിയിരുന്നു എന്ന് പോലീസ് പറയുന്നു. എക്സൈസിന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള പാർട്ടികൾക്ക് അനുമതി നൽകരുത്, കാരണം അത്രയധികം ആളുകൾ എത്തുന്നു, അവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് എന്നും പോലീസ് പറയുന്ന ഒരു നിലയുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇതിനെ വലിയ തോതിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പാർട്ടി അധ്യക്ഷനും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള DK ശിവകുമാർ പറയുന്നത് BJP സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണിത്, പരസ്യമായി തന്നെ മദ്യം വിളമ്പുന്നത് BJP സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണ്. ഇതിനുള്ള മറുപടി പാർട്ടി ദേശീയ നേതൃത്വം പറയട്ടെ എന്നുള്ളതാണ് DK ശിവകുമാർ പറയുന്നത്. മന്ത്രിയായിട്ടുള്ള ദിനേശ് ഗുണ്ടുറാവു പറയുന്നത് BJP പറയുന്നതല്ല ചെയ്യുന്നത്, പറയുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നുമാണ്. ആ രീതിയിലുള്ള വിമർശനങ്ങൾ എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിലുള്ള ആളുകൾ തന്നെയാണ് വന്നത്. അവിടെ മദ്യം വന്ന എല്ലാവർക്കും തന്നെ മദ്യം വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരി, മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നീറ്റ് പരീക്ഷാ വീഴ്ചയിൽ അതൃപ്തി പരസ്യമാക്കി സുപ്രീം കോടതി. ചോദ്യപേപ്പർ ചോർന്നെന്ന് സംബന്ധിച്ച കേന്ദ്ര സർക്കാർ പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കി. R രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് വീഴ്ച പറ്റി എന്ന തരത്തിൽ അത് അതൃപ്തി വ്യക്തമാക്കുകയാണ് സുപ്രീം കോടതി. കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്രത്തോട് ചോദിച്ചത്? ഇപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്രം എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി അറിയിക്കുന്നത്? തീർച്ചയായിട്ടും ഇതില് കോടതി വളരെ കൃത്യമായിട്ട് അവരുടെ നിലപാട് പറയുന്നു. കോടതി പറയുന്നത്
ഇത് ഏതെങ്കിലും വിധത്തിൽ ലാഘവത്തോടെ കാണേണ്ട ഒരു വിഷയമല്ല. രണ്ടിടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകൾ നടന്നത് എന്നതാണ് വാദം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടെത്താനാകാത്ത വീഴ്ചകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരസ്യമാക്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസമാണ് ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നത്. അതിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും NDAയും എല്ലാ വിവരങ്ങളും തങ്ങളെ ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥമാണ് എന്ന നിലപാടാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 2 കേസുകളിൽ ആകെ എത്ര കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് ചോദിച്ചു, എത്ര FIR രജിസ്റ്റർ ചെയ്തു എന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. 6 FIR രജിസ്റ്റർ ചെയ്തു എന്നുള്ളതായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ മറുപടി. അതിൽ 2 രാജസ്ഥാൻ, 1 മഹാരാഷ്ട്ര, 1 ഗുജറാത്ത് അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ പേർ ഈ കേസ് ഇതിന്റെ ഭാഗമായിട്ട് ഇല്ല എന്ന് പറയാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് എന്ന് കോടതി ചോദിച്ചു. ഇത് വെറുതെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് വസ്തുതകൾ ആയി മാറണമെന്നില്ല, മറിച്ച് ഇക്കാര്യങ്ങളെ നടപടിയിലെ ആത്മാർത്ഥത അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഏതാണ്ട് 30 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് ഇതിന്റെ ഭാഗമായിട്ട് പരീക്ഷ എഴുതിയത്. നീതിയുക്തമായിട്ട് പരീക്ഷ ഉറപ്പാക്കാനായിട്ട് സാധിക്കണം. ആ പരീക്ഷ ഉറപ്പാക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും NDAയും ആ മനോഭാവത്തോടു കൂടിയുള്ള ഒരു സമീപനം സ്വീകരിക്കണമെന്ന നിർദ്ദേശവും ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച അഭിഭാഷകർ ഈ നടന്നത് ഈ സംഘടിതമായിട്ടുള്ള തട്ടിപ്പ് എന്നടക്കമുള്ള വാദങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോടതി 67 പേർക്ക് 1-ാം റാങ്ക് എന്നത് 67 പേർക്കാണ് 1-ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് അസ്വാഭാവികമല്ലേ എന്നും ഈ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ഹാജരായ അഭിഭാഷകർ കോടതിയോട് ചോദിച്ചു. ആ നിലപാടുകളോട് കോടതിയും ഏതാണ്ട് അംഗീകരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. കേസിലെ വാദം തുടരുകയാണ്. രാധാകൃഷ്ണൻ, പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടില്ല എന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള നിലപാടെന്നാണ് കേന്ദ്രം ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ കേന്ദ്രത്തിന്റെ ഈ നിലപാടിനെ കോടതി ഏത് രീതിയിലാണ് നോക്കിക്കണ്ടത്? 24 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അവരെഴുതിയ ഒരു പരീക്ഷ റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് തങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ആ ആവശ്യത്തെ തങ്ങൾ പരിഗണിക്കുമ്പോൾ അതിനെ 2 വിധത്തിൽ കാണേണ്ടതുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് സർക്കാരിനോട് ഉള്ള ചോദ്യങ്ങൾ, അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ചോദ്യപേപ്പർ ചോർന്നു എന്നത് വാസ്തവമല്ലേ? ചോദ്യപേപ്പർ ചോർന്ന കൃത്യമായ സമയം കണ്ടെത്തിയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ചോർച്ചയുടെ ഗുണഭോക്താക്കൾ ആരെന്ന് കണ്ടെത്താനായോ എന്ന് മൂന്നാമത്തെ ചോദ്യമായി കോടതി ചോദിക്കുന്നു. അങ്ങനെ 3 ചോദ്യങ്ങൾ. മാത്രമല്ല, ഈ 2 പേർ ചേർന്ന് കുറ്റം ചെയ്തു എന്ന വാദത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് കെട്ടാനായി കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ വിപുലമായിട്ടുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്ന വസ്തുതകൾ പൊതു മണ്ഡലത്തിൽ നിലനിൽക്കുന്നു. ഇത് തമസ്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുക എന്നതും ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യമായി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കും. ശരി, ആർ രാധാകൃഷ്ണൻ. നീറ്റ് പരീക്ഷാ വീഴ്ചയിൽ അതൃപ്തി വ്യക്തമാക്കുകയാണ് സുപ്രീം കോടതി. ഇപ്പോൾ സുപ്രീം കോടതിയിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. മറ്റു വാർത്തയിലേക്ക്. LPG മസ്റ്ററിംഗിന് വാർഡ് തലത്തിൽ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉപഭോക്താക്കളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രിക്കാണ് കത്തയച്ചത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സലീം, ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ആവശ്യങ്ങളാണ് ഈ കത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്? ശ്രീലക്ഷ്മി, കഴിഞ്ഞ 2 മാസത്തിലധികമായി LPG മസ്റ്ററിംഗ് നടക്കുകയാണ്. അത് കേന്ദ്ര സർക്കാർ സബ്സിഡി തട്ടിപ്പുൾപ്പെടെ തടയാനും സബ്സിഡി കൃത്യമായി തന്നെ ഉപഭോക്താക്കളിലേക്ക് ലഭ്യമാക്കാനും വേണ്ടിയാണ് ആധാർ കാർഡ് ഉൾപ്പെടെ ലിങ്ക് ചെയ്തുകൊണ്ട് മസ്റ്ററിംഗ് സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഒരു അറിയിപ്പിന് ശേഷം മസ്റ്ററിംഗ് ചെയ്യാത്ത ആർക്കും ഈ LPG സിലിണ്ടറുകൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. 2 മാസമായി തുടരുന്ന പ്രക്രിയയ്ക്ക് ഇപ്പോഴാണ് കൂടുതൽ മികച്ച പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്കുമുണ്ട്. ഗ്യാസ് ഏജൻസികളിൽ നേരിട്ടെത്തി മാത്രമേ നിലവിൽ മസ്റ്ററിംഗ് ചെയ്യാവൂ എന്നുള്ളതാണ് ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ അടുത്തായി ഉടൻ തന്നെ അതിന്റെ അവസാന തീയതി ഉൾപ്പെടെ പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഈ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആ വിഷയത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. ഈ തിരക്ക് ഒഴിവാക്കാനുള്ള ഇടപെടൽ ഉണ്ടാവണം. പ്രത്യേകിച്ചും വാർഡ് തലത്തിൽ തന്നെ അതിന്റെ ഇടപെടലുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സലീം മാലിക് വിവരങ്ങൾ നൽകിയത്.
മാന്നാർ കലാകൊലപാതക കേസിൽ പ്രതികളെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി പ്രതികളുടെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മനീഷ്, ഈ പ്രതികളെ മാവേലിക്കര കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുകയാണ്. നടപടികൾ ഏത് വിധമാണ്? അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? മനീഷ്. ലക്ഷ്മി, മാന്നാർ കൊലക്കേസിലെ 2, 3, 4 പ്രതികൾ, അതായത് 2ാം പ്രതി ജിനു, 3ാം പ്രതി സോമരാജൻ, 4ാം പ്രതി പ്രമോദ്, ഈ 3 പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇവർക്ക് 6 ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയായി. പോലീസിന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയായിട്ടുണ്ട്. അപ്പം നിലവിൽ ഈ 3 പ്രതികളെയും കൊണ്ട് പോലീസിന് നിലവിൽ തെളിവെടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ പോലീസിന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഈ 3 പ്രതികൾ നൽകുന്ന മൊഴികളിലെ വൈരുദ്ധ്യമാണ് കേസിൽ അന്വേഷണ സംഘത്തിന് ഏറ്റവും വെല്ലുവിളിയാകുന്നത്. 1ാം പ്രതിയും ഈ കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരനുമായിട്ടുള്ള അനിൽകുമാറിനെ ഇതുവരെയും നാട്ടിലെത്തിക്കാൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇയാൾ നാട്ടിലേക്ക് എത്തിക്കാൻ സ്വയം വരാനുള്ള സന്നദ്ധത ആദ്യം അറിയിച്ചെങ്കിലും പിന്നീട് ആശുപത്രിയിലാണ് തുടങ്ങിയ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് പിന്നീട് ഇന്റർപോളിനെ അന്വേഷണ സംഘം സമീപിക്കുകയും ഇന്റർപോളിന്റെ നോഡൽ ഏജൻസിയായ CBIക്ക് ഇയാളുടെ വാറന്റ് വിവരങ്ങളടക്കം കൈമാറി ഇയാളെ കൊണ്ടുവരാനുള്ള നീക്കം ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റ് 3 പ്രതികളെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരുന്നു ഒരുക്കിയിരുന്നത്. 3 പ്രതികളെയും മാന്നാർ, മാവേലിക്കര, ചെങ്ങന്നൂർ 3 പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി 6 ദിവസവും ചോദ്യം ചെയ്തു. പക്ഷേ ഈ മൃതദേഹം എവിടെ മറവ് ചെയ്തു, എപ്പോൾ കൊലപാതകം നടത്തി, മറ്റാരൊക്കെ കൊലപാതകത്തിൽ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലെ പ്രതികൾ നൽകുന്ന മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ ഏറെ കുഴപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡി കാലയളവിൽ പോലീസിനെ മതിയായ രീതിയിൽ ഇവരെ ചോദ്യം ചെയ്യാനോ തെളിവ് ശേഖരണമോ നടത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തെളിവ് ശേഖരണത്തിനും ഒപ്പം തന്നെ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് പോലീസിന് ഇനിയും കസ്റ്റഡി കാലാവധി വേണം. ഇന്ന് കസ്റ്റഡി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് മാവേലിക്കര കോടതിയിൽ അന്വേഷണ സംഘം സമീപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി തന്നെ കസ്റ്റഡി കാലാവധി നീട്ടിക്കൊടുക്കാൻ തന്നെയാണ്. ശരി മനീഷ്, മാന്നാർ കലാകൊലപാതക കേസിലുള്ള 3 പ്രതികളെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി. 1ാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും തുടരുകയാണ്. ഇതോടെ ലൈവ് ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്.